ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കുറഞ്ഞ സ്പേസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ ഷംസുദ്ദീൻ അസ്ന ദമ്പതികളുടെ വീടാണിത്. 5 സെൻറ്റിൽ 3 ബെഡ്റൂമോട് കൂടി 1430 സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ്. വീടിന് ചുറ്റുമായ LED ലൈറ്റ്സും എക്സ്ലൈറ്റും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗത്തെല്ലാം ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോവാളിനായിട്ടാണ് ആ ഒരു സിമെൻറ്റ് കട്ടിങ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്തെല്ലാം ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും ചെടി വെക്കാനായിട്ട് പ്രത്യേക സ്പേസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന് തൊട്ട് മുകളിലായിട്ട് ഒരു റെയിലിങ്ങും കൂടെ നൽകിയിട്ടുണ്ട്. ജിയായിലായിട്ടാണ് ആ ഒരു റെയിലിംഗ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് സിറ്റ് ഔട്ടിൻ്റെ സെയിം ലെങ്ത്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് സൈഡിലൊക്കെ ആയിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പില്ലറിനായിട്ടും മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായിട്ട് ഒരു സൈഡിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ആ ഒരു സീറ്റിങ്ങിൻ്റെ വോളിലായിട്ട് ഒരു ലെങ്ത്തിലായിട്ട് വരുന്ന ടൈലും കൂടെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ ചാരി ഇരിക്കുന്ന സമയത്ത് ആ ഒരു വോളിലായിട്ട് കളറൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടൈല് വിരിച്ചിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും കൂടെ സിറ്റ് ഔട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 180/208 ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ലൈൻസ് ഡിസൈനോടുകൂടി സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ട് ഒരു 4x4 ഡിസൈനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട്. വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത്. ലിവിങ് ഏരിയയിലായിട്ട് എൽ ഷേപ്പിലായി ഗ്രേ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 380/208. ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കായിട്ട് ഒരു പാർട്ടീഷൻ വോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ്ങിലായിട്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് നൽകിയിട്ട് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് വരുന്നത് ഡബിൾ ഹൈറ്റിലായിട്ടാണ്. അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗത്ത് ഹാൻഡ് റെയിലും കൂടെ നൽകിയിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് കോർണർ വിൻഡോ ആണ് വരുന്നത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1430 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 years ആയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിന് മാത്രം ഇവിടെ വന്നിട്ടുള്ളത് 2 ലക്ഷം രൂപയാണ്. സോഫയ്ക്ക് ഈ ഒരു സൈഡിലായിട്ടൊരു പർഗോള ഡിസൈൻ നൽകി അവിടെ വുഡിൻ്റെ ഫ്രെയിംസാണ് കൊടുത്തിട്ടുള്ളത്. വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്നും ഹാളിനെ പാർട്ടീഷൻ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത് ജായിലായിട്ടാണ്. ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വാൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഒരു പാർട്ടീഷന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസും കൂടെ വരുന്നത്. ലിവിങ്ങിൽ നിന്നായിട്ട് തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. ലിവിങ്ങിൽ നിന്നും ഹാളിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായി എന്നാൽ അടിപൊളിയായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വുഡിൻ്റെ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് മുഴുവനായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടി ലൂവർ ഡിസൈൻ കൊടുത്തിട്ടാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു വർക്കെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിൾ വിരിച്ച് ഒരു ലൈൻസും കൂടെ ബ്ലാക്ക് കളറിലായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഫ്ലോറിൽ മാർബിൾ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഹാളിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിട്ട് ഇത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഹാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേബിളും ചെയറുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടേബിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ലെങ്ത്തിലായിട്ടാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്. ഒരു കോഫി വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് കർട്ടൻ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ജിപ്സം വർക്കിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. 310/330 ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ഇവിടെ ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രീം വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ചെയർ നൽകിയിരിക്കുന്നത്.
ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ്ങിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത്. ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു വർക്കെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലായിട്ട് ബേസിൻ നൽകിയിട്ടുള്ള ഈ ഒരു ടാപ്പും കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ തന്നെയാണ്. മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂം, മുകളിലായിട്ടൊരു ബെഡ്റൂം, അങ്ങനെയാട്ടോ ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് 25 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായി എന്നാൽ അടിപൊളിയായിട്ടോ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഹാളാണെങ്കിലും ലിവിങ്ങും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത്. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നെക്സ്റ്റ് ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത്. വുഡിൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് റെഡിമെയ്ഡ് ഡോർ ഇവിടെ ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന പോലെ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ട് പെയിൻറ് നൽകിയിട്ടുണ്ട്. 300-330 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ബെഡ്റൂമിലെല്ലാം സീലിംഗ് സിമ്പിളായിട്ട് LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പിങ്ക് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് വാർഡ്രോബ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. ഹാളിൽ നിന്നായിട്ടൊരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൽ നിന്നും അതുപോലെ ഹാളിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡിൻ്റെ ഷെയ്ഡിൽ തന്നെ റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത്. ആ ഒരു വോളിലായിട്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 150-160 സൈസ് വരുന്നത്. നോർമൽ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി. ഹാളിൽ നിന്ന് ഇവിടെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാട്ടോ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 330-300 സൈസ് വരുന്നത്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലെ കോട്ട്, അതുപോലെ വാർഡ്രോബ്, കിച്ചണിലെ കബോർഡ്സ് എല്ലാം ഉൾപ്പെടെയാട്ടോ ഈ ഒരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ 2 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. അതുപോലെ TV യൂണിറ്റും പാർട്ടിഷൻ വോളും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിരിക്കുന്നത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ കളർ കോംബോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബ് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നൽകി ഒരു സൈഡിലായിട്ട് ലൂവർ ഡിസൈനോട് കൂടി മിറർ ലെങ്ത്തിലായിട്ടാണ് വരുന്നത്. അവിടെ ഒരു ഷെൽഫും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകി ഡ്രസ്സിങ് ഏരിയ അവിടെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലായിട്ടും കോട്ടിൻ്റെ ഹെഡിലായിട്ടൊരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഷെൽഫോട് കൂടി മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ഇവിടെ റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടുള്ള ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 180-167. ഈ ഒരു ബാത്റൂമിലായിട്ടൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈൽ വിരിച്ചിരിക്കുന്നത്. വോളിലെല്ലാം ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഹാളിൽ നിന്ന് ലിവിങ്ങിൻ്റെ ആ ഒരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിനെല്ലാം മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ജയിലായിട്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട്.
ജിയായിലായിട്ട് വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് 65,000 രൂപയാണ്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഇവിടെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് കഴിഞ്ഞ് ആ ഒരു ഭാഗത്തായിട്ടൊരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെയിലെല്ലാം വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായി ചെയ്ത് ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഷെയ്ഡിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡി ഏരിയയിലേക്കാണെങ്കിലും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ 2 സൈഡിലായിട്ടും വിൻഡോ നൽകി അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോർണറിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഗ്ലാസ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ മുകളിലായിട്ട് നൽകി ഇവിടെ ഒരു കൗണ്ടർ ടോപ്പോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ചെയറും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയയിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ഹാളാണ് മുകളിലായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഹാളിലായിട്ടൊരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഒരു കോഫി ഷെയ്ഡിലായിട്ട് വരുന്ന മാർബിളാണ് മുകളിലായിട്ട് വിരിച്ചിരിക്കുന്നത്. മുകളിലെ ഹാളിൽ നിന്നും ആ ഒരു ലാൻഡിങ്ങിൽ നിന്നായിട്ട് വരുന്ന സ്റ്റഡി ഏരിയയുടെ വ്യൂ ആണിത്. സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് പർഗോള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. വാളിലായിട്ട് ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. താഴെ ലിവിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു ഹാൻഡ് റെയിലിൽ നിന്നായിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം നൽകിയിട്ടുള്ളത്. താഴെ ബെഡ്റൂമിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. 330-300 ഈ ഒരു ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ വിൻഡോക്കെല്ലാം ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 145-160 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. താഴെ വിരിച്ചിട്ടുള്ള ബാത്റൂമിൻ്റെ ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ ആയിട്ടാണ് മുകളിലായിട്ടും ബാത്റൂമിന് ടൈല് വിരിച്ചിരിക്കുന്നത്. ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ബാത്റൂമിലും സെയിം ഡിസൈനിൽ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് ഇവിടെ ആയിട്ട് വരുന്നത്. വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മനോഹരമായിട്ടുള്ള കിച്ചണും കൊടുന്ന് പരിചയപ്പെടാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണായി സിമ്പിളായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു കിച്ചണായിട്ട് നൽകിയിട്ടുള്ളത്. കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണിൽ വളരെ സിമ്പിളായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വുഡിൻ്റെ ഡിസൈനോട് കൂടി എൽ ഷേപ്പിലായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടുള്ള വർക്കാണ് ഈ ഒരു സീലിങ്ങിലായിട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെ സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെയും ഗ്യാസിൻ്റെയും ആ ഒരു ഭാഗത്തായിട്ട് 3 ഡോറോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും അതുപോലെ അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും ക്ലോസ്ഡ് ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു എൽ ഷേപ്പിലായിട്ട് വരുന്ന കൗണ്ടർ ടോപ്പ് ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഇവിടെ ആയിട്ടൊരു ഫോൾഡബിൾ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ഫ്രിഡ്ജ് നൽകി ഇവിടെ ഒരു അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും എൽ ഷേപ്പിലായിട്ട് ഫുൾ സ്റ്റോറേജ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന കബോർഡ്സാണ് ഈ ഒരു ഭാഗത്തെല്ലാം നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സോട് കൂടി ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. 250-330 ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയെല്ലാം അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കബോർഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത്. വുഡിലായിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് അലക്കാനായിട്ടുള്ള സ്പേസും അതുപോലെ പാത്രം കഴുകാനുള്ളൊരു ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനും ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്